മുടികൊഴിച്ചിലൊക്കെ ഉണ്ടെങ്കിൽ മുടികൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ടും മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും താരനുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും മുടിയിലെ സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റിയിട്ട് മുടി ഉള്ളോടുകൂടി വളരാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ മാസ്കിൻ്റെ ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മളൊരു ഹെയർ കെയർ വീഡിയോ ആണ് ചെയ്യാനായിട്ട് പോകുന്നത്. നമ്മൾ കുറേ ദിവസമായി കേട്ടോ ഹെയർ കെയർ വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്ന് ചെയ്യാനായിട്ട് പോകുന്നത് ഒരു ഹെയർ മാസ്ക് ആണ്. ഈ ഒരു ഹെയർ മാസ്കിൻ്റെ ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുടി നന്നായിട്ട് തിക്കായിട്ട് വളരാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ചിലർക്ക് മുടി നല്ല നീളം ഉണ്ടാവും, പക്ഷേ തിക്നെസ് ഉണ്ടാവില്ല. അങ്ങനെയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ്. നമ്മുടെ മുടിക്ക് നല്ല ഉള്ളു വരാനായിട്ടും അതേപോലെ മുടി കൊഴിച്ചിൽ മാറാനായിട്ടും താരൻ മാറാനായിട്ടും ഒക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഈ ഒരു ഹെയർ മാസ്ക് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അത്രയ്ക്ക് റിസൾട്ടാണ്. നമ്മൾ ഒരു തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് കാണുവാനായിട്ട് പറ്റും. നമ്മുടെ മുടി നല്ല ഷൈനിങ് ആയിട്ട് കിടക്കാനായിട്ട്, മുടിക്ക് നല്ല കളർ കൊടുക്കാനായിട്ടും മുടി നല്ല സിൽക്കി ആയിട്ട് കിടക്കാനായിട്ടൊക്കെ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ് കേട്ടോ. ഇതിന് നമുക്ക് ഒരുപാട് ഇൻഗ്രീഡിയൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം. നമ്മുടെ എല്ലാവരുടെയും പ്രശ്നമാണ് മുടി കൊഴിച്ചിലല്ലേ. അപ്പോൾ ഈ ഒരു മുടി കൊഴിച്ചിലൊക്കെ മാറ്റാനായിട്ടും അതേപോലെ താരനുണ്ടെങ്കിൽ താരനൊക്കെ മാറ്റിയിട്ട് മുടി നന്നായിട്ട് ഉള്ളോടുകൂടി വളരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ്. നമ്മളിത് യൂസ് ചെയ്യേണ്ടത് ആഴ്ചയിൽ ഒരു തവണ യൂസ് ചെയ്താൽ മതി. മുടി കൊഴിച്ചിൽ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ മുടി കൊഴിച്ചിൽ നന്നായിട്ട് മാറാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. അതേപോലെ തന്നെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടുന്ന മുട്ടയാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കോഴിമുട്ടയാണ്. നമ്മൾ ഈ ഒരു കോഴിമുട്ടയുടെ വെള്ളയും എടുക്കും, അതിൻ്റെ ആ ഒരു മഞ്ഞ കരുവും കൂടെ ഇല്ലേ, ആ ഒരു മഞ്ഞയും കൂടെ നമുക്ക് എടുക്കും. രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ മാസ്ക് തയ്യാറാക്കുന്നത്. അപ്പം ഞാൻ ഇതേപോലെ ഒരു പാത്രത്തിലേക്ക് മുട്ട മൊത്തത്തിൽ പൊട്ടിച്ചൊഴിച്ച് വെച്ചിട്ടുണ്ട്. ഇതൊരു പ്രോട്ടീൻ ഹെയർ മാസ്കും കൂടെയാണ്. നമ്മുടെ മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ടും ഈ ഒരു ഹെയർ മാസ്ക് അടിപൊളിയാണ്. ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് 1 സ്പൂൺ കോഫി പൗഡറാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ്. അടുത്തായിട്ട് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടറാണ്. 1 സ്പൂൺ റോസ് വാട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. റോസ് വാട്ടർ നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് ആ ഒരു മുട്ടയുടെ സ്മെല്ലൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊന്ന് മാറിക്കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നമ്മളിതുപോലെ കൈകൊണ്ട് മിക്സ് ചെയ്യുമ്പോഴത്തേക്കും നന്നായിട്ട് മിക്സ് ചെയ്ത് കിട്ടിയില്ല എങ്കിൽ നിങ്ങൾക്ക് ഇതിന് പകരം മിക്സിക്കകത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം, ഒന്ന് നന്നായിട്ട് അടിച്ചെടുക്കാവുന്നതാണ്. ഞാനിപ്പം കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല അടിപൊളി റിസൾട്ട് തരുന്ന ഒരു ഹെയർ മാസ്ക് ആണ് ഇത്. നമുക്ക് ഒരു പ്രോട്ടീൻ ഹെയർ മാസ്ക് ആയിട്ടും യൂസ് ചെയ്യാവുന്നതാണ്. ആഴ്ചയിൽ ഒരു തവണ ചെയ്താൽ മതി. നമ്മുടെ മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടും അതേപോലെ മുടിക്ക് നല്ല ബലം കൊടുക്കാനായിട്ട് സ്പ്ലിറ്റൻസ് ഒക്കെ മാറ്റിയിട്ട് മുടി നല്ല തിക്കായിട്ട് വളരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്രയ്ക്ക് റിസൾട്ട് കിട്ടുന്ന അടിപൊളി ഒരു ഹെയർ മാസ്ക് ആണ്. അപ്പോൾ ഞാനിത് ഒരു ബോട്ടിലിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതുപോലത്തെ ബോട്ടിലുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. ഇനി ബോട്ടിലില്ലെങ്കിലും നമുക്ക് കൈവച്ചിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു ബോട്ടിൽ ഞാൻ ഹെയർ കളറൊക്കെ വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ബോട്ടിലാണ്. അതുപോലത്തെ ഏതെങ്കിലും ഒരു ബോട്ടിൽ നന്നായിട്ട് വൃത്തിയിൽ കഴുകിയെടുത്താൽ മാത്രം മതി കേട്ടോ. ഇനി ബോട്ടിലില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, കൈവച്ചും ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.